അമൃത് വേണി ലൈവ് സ്ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joy Alucas. പൂവിളി പൂവിളി ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 22 ശനിയാഴ്ച. സംസ്ഥാനത്തെ ജില്ലാ ജനറൽ ആശുപത്രികളിൽ 24 മണിക്കൂറും സ്പെഷ്യൽ സേവനം ഏർപ്പെടുത്തുന്നു. രോഗികൾക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റഫറലുകൾ തടയാനുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരീക്ഷണാടിസ്ഥാനത്തിൽ പുനലൂരിലാണ് ഈ പദ്ധതി തുടങ്ങുന്നത്. PSC നിയമന തട്ടിപ്പിൽ അന്വേഷണവുമായി ലോക്ഭവൻ. PSC സെക്രട്ടറിയെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിളിച്ചുവരുത്തി. PSC ചെയർമാനെ അറിയിക്കാതെയാണ് സെക്രട്ടറിയെ ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചത്. പരീക്ഷാ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ സെക്രട്ടറിയോട് ഗവർണർ തേടി. കുടുംബശ്രീ കീല പദ്ധതികളിലെ CBM നിയമനങ്ങൾ ഒഴിവാക്കുന്നു. അള്ളിപ്പിടിച്ചിരിക്കുന്ന അട്ടകളെ എടുത്ത് പുറത്തിടുമെന്ന് മന്ത്രി KM ഷാജി. അതേസമയം കിലയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനത്തിനെതിരെ കരാർ ജീവനക്കാർ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി. വാർത്തകൾ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി VD സതീശനോ സർക്കാരോ ഇടപെട്ടില്ലെന്ന് മെറ്റ പോലീസിന് രേഖാമൂലം മറുപടി നൽകി. നീക്കം ചെയ്ത 16 വാർത്തകൾ പുനഃസ്ഥാപിച്ചെന്നും മെറ്റ വ്യക്തമാക്കി. വാർത്തകൾ നീക്കം ചെയ്തത് മെറ്റയുടെ ഓട്ടോമേറ്റഡ് സാങ്കേതിക പിഴവാണെന്നും മെറ്റ വിശദീകരിച്ചു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെട്ട CPIക്കെതിരെ ഘടകകക്ഷികളെ ഉപയോഗിച്ച് മോശം കളിക്ക് CPM ഇറങ്ങിയെന്ന ഗുരുതര ആരോപണവുമായി ബിനോയ് വിശ്വം. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന നിലപാടിൽ നിന്ന് ഒരു രീതിയിലും പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. താനോ തന്റെ മകൾ വീണയോ കുടുംബാംഗങ്ങളോ ഒരു ഹവാലയും നടത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൈകൾ ശുദ്ധമാണെന്നും കറപുരളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്വേഷണവുമായി വീണ സഹകരിച്ചുവെന്നും ഇനിയും സഹകരിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തന്റെ മകളായതുകൊണ്ടാണ് EDയുടെ വിചിത്രമായ നടപടികൾ വരുന്നതെന്നും വ്യക്തമാക്കിയ പിണറായി സാധാരണ ഏതെങ്കിലും കേസിൽ ED ഇത്തരത്തിൽ പത്രക്കുറിപ്പുകൾ ഇറക്കാറുണ്ടോ എന്നും ചോദിച്ചു. മംഗലാപുരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് നീക്കം വേർപെടുത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കുമെന്നും ഇതിനായി MPമാരുടെ സഹായത്തോടെ ഒറ്റക്കെട്ടായി നീങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പരിധിയിലുള്ള മംഗളൂരു പ്രദേശം മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനും റെയിൽവേ ബോർഡ് ചെയർമാനും കത്ത് നൽകി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ച് മംഗലാപുരം അടക്കമുള്ള റെയിൽവേ സ്റ്റേഷനുകളെ മൈസൂർ ഡിവിഷനു കീഴിലാക്കാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം റെയിൽവേ മന്ത്രി തന്ന ഉറപ്പ് ലംഘിച്ചാണെന്ന് VK ശ്രീകണ്ഠൻ MP. പാലത്തായി പോക്സോ കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ച പ്രതി K പത്മരാജൻ ഇന്ന് പുറത്തിറങ്ങും. വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. വിചാരണ കോടതി വിധിയിൽ പ്രഥമ ദൃശ്യ തെറ്റുണ്ടെന്നും ഇരയായ കുട്ടിയുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്നും തിരുത്തുകളുമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത് വേണി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. 72ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മുഖ്യമന്ത്രി VD സതീശൻ ജലമേള ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗങ്ങളിലായി 71 കളിവള്ളങ്ങളാണ് മത്സരത്തിനുള്ളത്. 22 ചുണ്ടൻ വള്ളങ്ങളുണ്ട്. 25 ലക്ഷം രൂപയാണ് ഇത്തവണ വിജയിക്കുന്ന ചുണ്ടന് ലഭിക്കുന്ന സമ്മാനത്തുക. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണെന്നും പോലീസ് മേധാവിയെ വിളിച്ചുവരുത്തിയ ഗവർണറുടെ നടപടി ഒറ്റപ്പെട്ടതല്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും പിണറായി പറഞ്ഞു. DYFI സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് തൃശൂരിൽ റാലി. തേക്കിൻകാട് മൈതാനിയിൽ നിന്ന് അരണാട്ടുകര നേതാജി ഗ്രൗണ്ടിലേക്കാണ് റാലി. തൃശൂരിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. DYFIയുടെ സംസ്ഥാനത്തെ പ്രസിഡന്റായി സംഘടനയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ചിന്ത ജെറോമിനെയും സംസ്ഥാന സെക്രട്ടറിയായി
SFI മുൻ സംസ്ഥാന സെക്രട്ടറിയും MLAയുമായ M. വിജിനെയും തെരഞ്ഞെടുത്തു. DYFIയുടെ ആദ്യ വനിതാ സംസ്ഥാന പ്രസിഡന്റാണ് ചിന്ത ജെറോം. ആലപ്പുഴയിൽ നിന്നുള്ള രാഹുലാണ് പുതിയ ട്രഷറർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം A. അജികുമാറിന് ജാമ്യം. എന്നാൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ആരോഗ്യാവസ്ഥ പരിഗണിച്ചാണ് അജികുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. CJP സമരത്തെ ആക്ഷേപിച്ചിട്ടില്ലെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. അവരെ പാറ്റകളെന്ന് വിളിക്കരുതെന്നാണ് തന്റെ അഭിപ്രായം. കുട്ടികളോട് പാറ്റ ആണോ എന്ന തന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ് അവർ പ്രതികരിക്കാതിരുന്നതെന്നും മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. ചങ്ങനാശ്ശേരി AC റോഡിൽ ബൈക്ക് ലോറിയുമായി കൂട്ടിയിടിച്ച് മേപ്രാൽ സ്വദേശികളായ 2 യുവാക്കൾ തൽക്ഷണം മരിച്ചു. മേപ്രാൽ പെരിങ്ങാതുരുത്തിൽ PD ജോണിന്റെ മകൻ എബിൻ P. ഡേവിഡ് ജോൺ, മേപ്രാൽ നെടുമ്പറമ്പിൽ വീട്ടിൽ സച്ചിൻ രാജു എന്നിവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. ചാക്കിൽ കെട്ടിയ നിലയിൽ യുവതിയുടെ മൃതദേഹം പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. പുറത്തൂർ പടിഞ്ഞാറക്കര അമ്പലപ്പടി അണ്ടിപ്പാട്ടിൽ ഹുസൈനെയാണ് തിരൂർ പൂക്കയിൽ സ്വകാര്യ ബസിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വർക്കലയിൽ ഇടവ വെറ്റക്കട കടൽ തീരത്ത് അനധികൃതമായ മത്സ്യബന്ധനത്തെ ചൊല്ലി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും തമ്മിൽ സംഘർഷം. അതിർത്തി ലംഘിച്ച് മത്സ്യബന്ധനം നടത്തിയതിനെ തുടർന്നായിരുന്നു സംഘർഷം. അർജുൻ ആയങ്കിക്ക് ജാമ്യം. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തലശ്ശേരി CJM കോടതി അർജുൻ ആയങ്കിക്ക് ജാമ്യം അനുവദിച്ചത്. മറ്റു കേസുകളിൽ ജാമ്യം കിട്ടാത്തതിനാൽ അർജുൻ ജയിലിൽ തുടരും. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ജന്തർ മന്ദിറിലെ പോലീസ് അതിക്രമങ്ങളിൽ പരിക്കേറ്റ കൂടുതൽ വിദ്യാർത്ഥികളുടെ കേസുകൾ ഏറ്റെടുക്കാനുള്ള നീക്കവുമായി കോൺഗ്രസ്. ലൈംഗിക അതിക്രമം നേരിട്ടെന്ന വിദ്യാർത്ഥിനികളുടെ പരാതിയിലും FIR വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. ജാതി സംവരണ വിരുദ്ധ കൂട്ടായ്മ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചതോടെ ഡൽഹിയിൽ കനത്ത ജാഗ്രത. ഇന്നലെ റിസർവേഷൻ റിഫോം ആന്തോളൻ പരിപാടിക്കിടെ പോലീസും പ്രതിഷേധക്കാരും ഏറ്റുമുട്ടിയിരുന്നു. നിലവിലെ സ്ഥിതി കണക്കിലെടുത്ത് ജന്തർ മന്ദിറിലേക്കുള്ള പ്രവേശനം പോലീസ് വിലക്കിയിട്ടുണ്ട്. പ്രായപൂർത്തിയാവാത്ത 4 പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സുവിശേഷ പ്രസംഗകൻ തിരുനെൽവേലി തേവർകുളം സ്വദേശി S. അബ്രഹാമിനെ തിരുനെൽവേലി പോക്സോ സ്പെഷ്യൽ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കി. സാമൂഹിക മാധ്യമങ്ങളിൽ റിയൽ സിംഗം എന്നറിയപ്പെടുന്ന IAS ഉദ്യോഗസ്ഥനായ തുക്കാറാം മുണ്ടെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് മക്ഡൊണാൾഡ്സ് കമ്പനിയുടെ ഔട്ട്ലെറ്റ് ഉൾപ്പെടെയുള്ള മഹാരാഷ്ട്രയിലെ വിവിധ ഭക്ഷണശാലകളുടെ ലൈസൻസ് റദ്ദാക്കി. ലക്നൌവിലെ ബാങ്ക് മാനേജറായ ഭാര്യയെ ഓഫീസിന് മുന്നിലിട്ട് വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ബാങ്ക് ജീവനക്കാരൻ ജീവനൊടുക്കി. ICICI ബാങ്കിലെ മാനേജർ ദിവ്യ മിശ്രയെ ഭർത്താവും SBI ജീവനക്കാരനുമായ മാനസ് ബാജ്പേയിയാണ് വെടിവെച്ച് കൊന്ന് ആത്മഹത്യ ചെയ്തത്. വിവാഹമോചന കേസിൽ ദിവ്യ മിശ്ര 1.5 കോടി രൂപ ജീവനാംശമായി ആവശ്യപ്പെട്ടതാണ് കൊലപാതകത്തിലും ആത്മഹത്യയിലും കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ബംഗളൂരുവിലെ റെയിൽപാത സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്ക് കീഴിലെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള തീരുമാനം ദീർഘനാളത്തെ ആവശ്യം പരിഗണിച്ചുള്ള സുപ്രധാന നടപടിയാണെന്ന് കർണാടകയിൽ നിന്നുള്ള റെയിൽവേ സഹമന്ത്രി V. സോമണ്ണ. RSSന് ഉപരോധം ഏർപ്പെടുത്തണമെന്ന US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിന്റെ ആവശ്യത്തിനെതിരെ കേന്ദ്ര സർക്കാർ USCIRF പക്ഷപാതപരമായ സംഘടനയാണെന്നും സ്വന്തം അജണ്ടകൾ ഉണ്ടെന്നും കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വിമർശിച്ചു. അമേരിക്കയിലെ അലാസ്കയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ചെറുവിമാനം തകർന്നു വീണ് വിമാനത്തിലെ 8 പേർ കൊല്ലപ്പെട്ടു. അലാസ്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള സൈനിക കേന്ദ്രത്തിന് സമീപമാണ് അപകടം ഉണ്ടായത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.